അതാണ് അവിടെ പറഞ്ഞത്. ഏതായാലും ഇങ്ങനെയാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് കാറ്റടിച്ചു പോകുന്ന മഴമേഘങ്ങളെ ഈ വൃന്ദാവനത്തിൽ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത് ആരാ? ഏത് പർവ്വതമാ? ഈ ഗോവർദ്ധനമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വല്ലോടത്തും പെയ്യേണ്ട മഴയെ നമുക്ക് തരുന്നത് ആരാ? ഗോവർദ്ധനമായതുകൊണ്ട് യാഗം ആർക്ക് ചെയ്യണം? ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലാതെ ഇന്ദ്രനല്ല. അങ്ങനെ എന്ത് ചെയ്യുക? തർക്കിച്ചു. ഇപ്പൊ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറ്റത്തില്ല, നമ്മൾ യാഗം എങ്ങാനും മാറ്റിയാൽ ആര് കോപിക്കും? ഇന്ദ്രൻ കോപിക്കും, ഇന്ദ്രൻ വർഷിക്കും. ഇന്ദ്രൻ കോപിച്ചാൽ അതിനുള്ള പരിഹാരമൊക്കെ ആര് ചെയ്തോളാം? ഞാൻ ചെയ്തോളാം, നിങ്ങള് അതൊന്നും അറിയണ്ട, വെള്ളത്തിന്റെ കാര്യമില്ല, ഞാൻ ചെയ്തോളാം. അപ്പൊ പിന്നെ ഇവരും ചിന്തിച്ചു, പിള്ളേരാണേലും പറയുന്നതിനകത്ത് ചില വാസ്തവമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു യാഗം ഇത്തവണ എന്ത് ചെയ്യാം? ഗോവർദ്ധനത്തിന് കൊടുക്കാം. കാരണം കോപിക്കത്തൊന്നും ഇല്ല ഇന്ദ്രൻ, കാരണം എല്ലാ വർഷവും അങ്ങേർക്കല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു വർഷം ഒന്ന് മാറ്റിയെന്ന് വെച്ച് കുഴപ്പമൊന്നും വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ തീരുമാനിച്ചു. അപ്പൊ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു, ഈ യാഗത്തിന് എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണം. ഇവിടെ വാക്ക് പ്രയോഗിച്ചത് ഭാഗവതത്തിൽ ആ ചണ്ടാളം, ചണ്ടാളൻ മുതൽ ബ്രാഹ്മണൻ വരെ ഉള്ളവര് ഈ യാഗത്തിൽ ഒരുപോലെ പങ്കെടുക്കണം. എന്താ കാര്യം? ഈ യാഗം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിന്റെ പ്രശ്നത്തിനാ? വെള്ളം. ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് മാത്രം വേണ്ടതാണോ? അല്ല. ഈ വെള്ളത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമുള്ള ബാധ്യതയാണോ? അല്ല. അപ്പൊ ഇതൊരു ജനകീയ പ്രശ്നമാണ്. ആ ജനകീയ പ്രശ്നത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആ ചണ്ടാളം. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരുടെയും ഗൃഹത്തിൽ ഇതിനു വേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ലിസ്റ്റ് പറയുക. എന്താണ്? സംയാവ, അവാവ, പൗഷ്കുല്യ. സംയാവം എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലേ, എന്നെ പറയുന്നത് അപൂപം അട. സംയാവം എന്ന് പറഞ്ഞാൽ ഈ എന്നെ പേര് പറയും, നമ്മുടെ നാട്ടിൽ പറയാറില്ല, ചേർത്തല സൈഡിലൊക്കെ അതിന്റെ പേര് പറയും. അട പോലെ തന്നെ ഉണ്ടാക്കുന്നത് അടിയല്ലേ, എന്തേലും തെരളി പോലെ തന്നെ ഉണ്ടാക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള നിവേദ്യങ്ങള്, പായസങ്ങള്, അതേപോലെ തന്നെ വറുത്തതുകള്, ഉപ്പേരികള്, ഉണ്ണിയപ്പം, ഇങ്ങനെ സകലതും ഉണ്ടാക്കണം. ശരി, സമ്മതിച്ചു, തീരുമാനമായി. യാഗം നിശ്ചയിക്കപ്പെട്ടു. ദിവസം യാഗത്തിന്റെ സമയമായിട്ട് പോലും നോട്ടീസ് പോലും ആരടിക്കുന്നില്ല. കൃഷ്ണൻ അങ്ങനെ അവരെല്ലാവരോടും കൃഷ്ണ നോട്ടീസ് ഇറക്കും. നോട്ടീസൊക്കെ അടിക്കാതെ നിങ്ങൾ വീട്ടിൽ പോയിരൊക്കെ ഞാൻ സമയാകുമ്പോഴും. നോട്ടീസ് ഇല്ല, ദിവസം എടുത്തു. എന്നാ പോട്ടെ, യാഗം നടത്താനുള്ള യാഗശാല ഉണ്ടാക്കണ്ടേ, അതിനുള്ള ഒരുക്കം പോലും ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ യാഗശാലയൊക്കെ ഉണ്ടാക്കാൻ അത്ര മാസം മുമ്പേ ആരംഭിക്കും. ലോഡ് കണക്കിന് ഇഷ്ടിക കൊണ്ടിറക്കുന്നത്. എന്തുണ്ടാക്കാൻ? കുണ്ടം ഉണ്ടാക്കാൻ. ഇത് മുഴുവൻ ഹോമിക്കണ്ടേ? അങ്ങനെ ഇതൊന്നും കാണുന്നില്ല. അപ്പോ 2 ദിവസം മുമ്പ് ഇവരെല്ലാവരുടെ കമ്മിറ്റിയായിട്ട് ചെന്നു. ഇങ്ങനെ പോയാൽ നടക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളിതൊന്നും അറിയണ്ട, നിങ്ങൾക്ക് യാഗം നടത്തിയാ പോരെ, അത് ഞാൻ ഏറ്റു. ഇനി ഇവർക്കൊരു വിശ്വാസമുണ്ട് കൃഷ്ണൻ. ചുരുക്കം പറഞ്ഞാൽ തലേ ദിവസം എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം സാധനമൊക്കെ ഉണ്ടാക്കണം, രാവിലെ എല്ലാവരും റെഡി ആയിക്കോണോ എന്ന് പറഞ്ഞു. ഇവരെല്ലാം വീട്ടില്. അപ്പൊ ഇവരോർത്ത് എവിടെയോ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവരിന്ന് നേരം വെളുത്തപ്പോ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കി എന്റെ പുറകെ പോരാൻ പറഞ്ഞു. തന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് ആര് ചുമന്നു? കൃഷ്ണൻ. ബാക്കി ഗോകുലത്തിലെ സകല വീടുകളിലും ഉണ്ടാക്കിയ സകല വിധത്തിലുമുള്ള ആ നിവേദ്യ വസ്തുക്കളുമായിട്ടൊക്കെ ലൈനെ എല്ലാവരും എങ്ങോട്ട് പോവാ? കൃഷ്ണന്റെ പുറകെ. അവസാനം നടന്ന് എവിടെ എത്തി? ഗോവർദ്ധനഗിരിയുടെ താഴ്വാരത്തിൽ എത്തി. എന്നിട്ട് എല്ലാം ഇറക്കി വെക്കാൻ പറഞ്ഞു. അവര് നോക്കിയപ്പോ പന്തലില്ല, കുണ്ടമില്ല, ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, ഒരു പാത്രം വേറെ 2-3 പാത്രം എടുത്തിട്ട് പറഞ്ഞു, എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വന്ന എല്ലാ സാധനങ്ങളും ഈ പാത്രത്തിലിട്ട് കുറേശ്ശെ ഇടാൻ പറഞ്ഞു. എല്ലാവരും ആ മാറ്റിവെച്ച പാത്രങ്ങളിലേക്ക് അവരവരുടെ വീട്ടിലെ സാധനം എല്ലാം എടുത്തു. എന്നിട്ട് 5-6 ഗോപന്മാരോട് പറഞ്ഞു, ബാ നമുക്ക് പോകാൻ തുടങ്ങി, എടുത്തോളാൻ പറഞ്ഞു. ഇതും ചുമന്നോണ്ട് ഇവരെല്ലാവരും എങ്ങോട്ട് പോയി? ഗോവർദ്ധനഗിരിയുടെ മേലിൽ കൊണ്ടുവന്ന് ഇതങ്ങോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇറങ്ങി പോരാൻ പറഞ്ഞു.
ഗോവർദ്ധനം ഏത് ഈ ഭക്ഷണം എടുത്തോളുന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴോ ഭഗവാൻ പറഞ്ഞു എല്ലാരും അങ്ങോട്ട് ഇലയിട്ട് അങ്ങോട്ട് നിരന്നിരിക്കാൻ പറഞ്ഞു. എല്ലാരും നിരതങ്ങിയിരുന്നു. എല്ലായിടത്തെയും സാധനങ്ങൾ എല്ലാ ഇലയിലും വിളമ്പാൻ പറഞ്ഞു. അവിടെ ഇരുന്നവരൊക്കെ അങ്ങോട്ട് ഞെട്ടിത്തരിച്ചു. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. എന്താ കാര്യം? ഇത്രയും നാളും യാഗത്തിന് ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ പിള്ളേർ കണ്ടതല്ല, വലിയ കുണ്ടത്തിനകത്തിട്ട് കത്തിച്ചു കളയുന്നതാ, വെള്ളം ഇറക്കിയാ നിങ്ങൾ നിന്നത്. ഇന്നിപ്പോ പറയുന്ന ഈ സാധനങ്ങളെല്ലാം എല്ലാ ഇലയിലും വിളമ്പിയിട്ട് കഴിച്ചോളാൻ. പ്രായമായാലും അങ്ങടെ ബേളം വെച്ചു. ഇതെന്തോ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഈ കുണ്ടമുണ്ടാക്കിയിട്ട് അതിനകത്ത് ഹോമിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിനെയാണ്. എന്ന് പറഞ്ഞാൽ വിശക്കുന്ന വയറിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഹോമവും യാഗവും ഇല്ല. എന്നിട്ട് എന്തു പറഞ്ഞു? എല്ലാവരും കഴിച്ചോളാം. പിള്ളേർക്ക് സന്തോഷം. എന്താ? ഇന്ന് വരെ ഉണ്ടാക്കി കണ്ടതല്ലാതെ കഴിച്ചിട്ടില്ല. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 108 നടക്കുക. തിരുമേനി അങ്ങനെ വാർപ്പിനകത്തിട്ട് എല്ലാ സാധനവും ഇളക്കിക്കൂട്ടി ഓറഞ്ച മുന്തിരിങ്ങായും ഓറഞ്ചും ഗണപതി നാരങ്ങയും എല്ലാം പൊളിച്ചുമൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഒരു ദാക്ഷിണ്യമില്ല നമ്മുടെ മുമ്പിൽ വെച്ച് ഉരുട്ടി അങ്ങോട്ട് ഇടുന്നത്. ആ സമയം മുഴുവൻ വെള്ളമിറക്കി അല്ലേ നിന്നത്. അപ്പോൾ ആലോചിക്കും എന്തിനാ ഇതും മാത്രം ഹോമിക്കുന്നത്. അതുകൊണ്ടാ പ്രത്യേകിച്ച് ഗണപതി ഹോമത്തിന് ഒരു കണക്കുണ്ട്. 2/3 ഹോമിക്കണമെന്നാ. ഉണ്ടാക്കുന്ന കൂട്ടിന്റെ 2/3 ഹോമിക്കുകയും ഒരു ഭാഗം മാത്രമേ ഏത് വെക്കാവൂ, നിവേദ്യം വെക്കാവൂന്ന. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. ഹോമിക്കാൻ എടുക്കുന്നത് ഇത്രയും ചെറിയ പാത്രത്തിലാ അല്ലേ? കണ്ടിട്ടുണ്ടോ? നിവേദ്യം വെക്കുന്ന വലിയ അണ്ടാവിനകത്ത. എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ നാളെ ആരും എന്തെഴുതുവല്ല കൊടുത്തില്ലേല്. ഇതാണ് വ്യവസ്ഥ. ഏതായാലും ഇതൊക്കെ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഒരു പുതിയ യാഗം, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുക. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നേരെ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ പടിഞ്ഞാറെ മൂലയ്ക്ക് എന്നിട്ട് പർവ്വതത്തിന്റെ മേളിലേക്ക് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അത് മുഴുവൻ ആര് തന്നെ എടുത്ത് അകത്താക്കി? താൻ തന്നെ. എന്നിട്ട് ഒന്നും അറിയാതെ ഇവരുടെ കൂടെ വന്നു. വൈകുന്നേരം ആയപ്പോ പറഞ്ഞു നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന ഭക്ഷണം ഗോവർദ്ധനം സ്വീകരിച്ചോ എന്ന് അറിയണ്ടേ. അപ്പൊ പാത്രം എടുക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പോ പാത്രമെല്ലാം കാലി. ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു കണ്ടോ, ഗോവർദ്ധനം ലൈവായിട്ട് ഏത് സ്വീകരിച്ചു ഹോമം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നിക്കകത്തിട്ട് സ്വാഗ വേണം കൊണ്ട് കൊടുക്കാൻ. ഇതങ്ങനല്ല, നേരിട്ട് ആരെടുത്തു. എല്ലാവർക്കും സന്തോഷമായി. തിരികെ അവരവരുടെ കുടിലുകളിലേക്ക് പോവാണ്. ഈ സമയത്ത് ദേവേന്ദ്രൻ തന്റെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഏഷ്യാനെറ്റിനകത്ത് ഫ്ലാഷ് ന്യൂസ് വരിക. എല്ലാ വർഷവും നടത്തുന്ന യാഗം മുടക്കിയിരിക്കുന്നു. ഇൻസെറ്റിൽ ആരുടെ പടവും? കൃഷ്ണന്റെ പടവും. അപ്പോളായിരുന്നു തന്റെ യാഗം മുടക്കി. അങ്ങനെയാണ് ഇവന്മാരെ പാഠം പഠിപ്പിക്കണം. ഉടൻ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാ? ഈ വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പറയുന്നത് എന്താണ്? കൽപ്പാന്ത മേഘങ്ങളെ വിളിച്ചു എന്നാണ്. കൽപ്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അന്തം നാശം. കൽപ്പത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ പ്രളയം എന്നർത്ഥം. അപ്പൊ പ്രളയം സൃഷ്ടിക്കുന്ന മേഘങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾ എങ്ങോട്ട് പോകണം? ഗോകുലത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? ഗോകുലത്തിൽ മഴ പെയ്യിച്ചവരെ മുഴുവൻ വെള്ളത്തിൽ മുക്കണം. സന്തോഷമായി എല്ലാരും കൂടെ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും വൈകുന്നേരമായപ്പോഴത്തേക്കും ഗോകുലം മുഴുവൻ, ഇന്നലെ കണ്ടില്ലേ ഇവിടെ മഴക്കാർ അടിച്ചു കയറിയത്, അതേപോലെ അവിടെ എന്തായി? മഴക്കാര്. പ്രായമായ ഗോപന്മാർക്ക് ഒരു സംശയം, ഇതിങ്ങനെ പതിവുള്ളതല്ലോ, ഈ സമയത്ത് ഒരു മഴക്കാറ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ ഇവർക്ക് സംശയമായി. എടാ, ദേവേന്ദ്രൻ എങ്ങാനും യാഗം കൊടുക്കാത്തത് കൊണ്ട് കോപിച്ചാണ്. എന്നിട്ട് അവർ സമാധാനം, അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ എന്ത് ചെയ്യാൻ തുടങ്ങി? മഴയങ്ങോട്ട് പെയ്യാൻ പോരുന്നില്ല. എല്ലാവരും കൂടെ നന്ദഗോപുരുടെ ഗൃഹത്തിൽ ചെന്ന് പറഞ്ഞു, കൃഷ്ണ, ദേവേന്ദ്രൻ കോപിച്ചെന്നാവുന്ന മഴ പെയ്യുന്നു.
പാവൻ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാം, ഞാൻ ഏറ്റെന്നു. നേരം വെളുക്കുന്നത് വരെ തോർന്നിട്ടില്ല. അവസാനം നേരം വെളുത്ത് വന്നപ്പോൾ വാർത്ത വന്നു, കാളിന്തി കരകവിഞ്ഞു. കാളിന്തി യമുന, യമുന കരകവിഞ്ഞു, സരയൂ കരകവിഞ്ഞു. വീടുകളിൽ 2018 പോലെ നമ്മുടെ മണിയാശാൻ 16-28 ഡാം തുറന്നു വിട്ടില്ലേ. അപ്പം ആ വർഷം മഴയെ കാലവർഷമേ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ ഒരു ജ്യോത്സ്യൻ തിരുമേനി ചെമ്പിനകത്ത് കയറി പോകുന്ന ട്രോളും ഒക്കെ വന്നായിരുന്നു, കണ്ടായിരുന്നു. അതിനെ വെല്ലുന്ന മഴയാ അവിടെ തകർത്ത് പെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, മഴ ശക്തമാവുക. എല്ലാവരും ഇവിടെ കോപിച്ച് ആറടുക്കെ ചെന്നു, ഭഗവാന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. നീ ഒറ്റയൊരുത്തൻ കാരണമാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായതുകൊണ്ട്. അപ്പോഴാണ് ഭഗവാൻ അറിഞ്ഞത്, നീ ഇവിടെ സൂചി താമസിച്ചോ, കാരണം നന്ദഗോപുരം വീട് ഇച്ചിരി ഉയരത്തില്ല, രാജാവിന്റെ വീടായതുകൊണ്ട് ഇത്തിരി പ്രൊട്ടക്ഷനോടുകൂടി മേളില്ല, നിനക്ക് ഇവിടെ വെള്ളം കയറുമല്ലോ, അതുകൊണ്ടല്ലേ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളുക, ഉപ്പ് ചേരട്ട വരെ എടുത്തോളാൻ പറഞ്ഞു, പശുക്കളെയും ഗ്ലോക്കളെയും എല്ലാം എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും തയ്യാറായി വന്നു, ഇനി എന്റെ പുറകെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇവരെയും കൊണ്ട് നേരെ എങ്ങോട്ട് പോയി, ഗോവർദ്ധനഗിരിയുടെ മുകളിൽ കീഴിൽ ചെന്നു. എല്ലാവരും വന്നു എന്നുറപ്പായപ്പോൾ തന്റെ വലത് കൈ അല്ല ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ആ ഗോവർദ്ധനഗിരി എടുത്തങ്ങോട്ട് ഉയർത്തി തന്റെ വിരലിൽ എന്ത് ചെയ്തു, ഗോവർദ്ധനത്തെ എടുത്ത് ഇങ്ങനെ പിടിച്ചു. അങ്ങനെ നിന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗോകുലവാസികളെ, ഇന്ദ്രന്റെ വർഷത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിന്നുകൊള്ളുക. നിങ്ങൾക്ക് ആര് രക്ഷിക്കും? നിങ്ങളെ ഗോവർദ്ധനം രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ടാണ് പൊക്കിയെടുത്തത്. അതിന്റെ നിസ്സാരത കാണിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവിടെ ആ ഭാവം പറയുന്നുണ്ട്. ഈ ഗോവർദ്ധനഗിരിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ തന്റെ വലത് കൈ കൊണ്ട് തന്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു കിടാവിനെ തലോടിക്കൊണ്ട് നിൽക്കുക. എന്താ അതിന്റെ അർത്ഥം? ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ ഏതില്ല? ഈ തലോടല്ല. ഇതൊരു ഭാരമായിട്ട് പോലും ഭഗവാന് തോന്നിയിട്ടില്ല എന്നർത്ഥം. ആ ഗോകുലവാസികൾ മുഴുവൻ ആ ഗോവർദ്ധനഗിരിയുടെ കീഴിൽ അണിനിരന്നു. അങ്ങനെ 7 ദിവസം അങ്ങനെ നിന്നു. അങ്ങനെ 7 ദിവസവും നിന്നിട്ടും മഴയൊക്കെ പെയ്തിട്ടും അവരെ ഒന്നും ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? ഈ മഴയ്ക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും വന്ന മേഘങ്ങളുടെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു. നേരെ അവര് ഇന്ദ്രന്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, നടക്കത്തില്ല, അങ്ങനെ സ്റ്റോക്ക് മുഴുവൻ തീർന്നിട്ടും ഗോകുലത്തിലെ ആരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ചെറുക്കൻ ഗോവർദ്ധനത്തെ തന്നെ പിടിച്ചുയർത്തി എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത്ഭുതമായി. ഇന്ദ്രന് എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്താ? ഈ ഇടയ ചെറുക്കൻ ഈ ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ചിരിക്കുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി, പിന്നെ കാണുന്നത് ആരെയല്ല, കൃഷ്ണനെയല്ല, ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണുവാണ് ഇത് പൊക്കിയിരിക്കുന്നത്. ഇത് പിടിച്ചിരിക്കുന്ന അപ്പം മനസ്സിലായി, ഇത് സാധാരണ കാലിച്ചെറുക്കനൊന്നും, ഇത് സാക്ഷാൽ വൈകുണ്ഠവാസിയായിരിക്കുന്ന ഭഗവാനാണെന്ന് ആർക്ക് മനസ്സിലായി? ദേവേന്ദ്രൻ ഉടൻ തന്നെ ആ കാമധേനുവെ, സ്വർഗത്തിലെ കാമധേനുവായിരിക്കുന്ന സുരഭിയുടെ പാല് കറന്നെടുക്കുകയാണ്. ആകാശഗംഗയിലെ ജലം ഐരാവതത്തിന്റെ തുമ്പിക്കയിലും എടുത്തുകൊണ്ട് താനും കയറി നേരെ എങ്ങോട്ട് വരികയാണ്? ആ ഗോകുലത്തിലേക്ക് വന്നിട്ട് ആ ഭഗവാനെ ആദ്യം ഈ സുരഭിയുടെ വയസ്സുകൊണ്ടും പിന്നീട് ആകാശഗംഗയിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തതിനാണ് നമ്മള് ഇന്നലെ കരിക്കുകൊണ്ടും പാലുകൊണ്ടും ഒക്കെ അഭിഷേകം ചെയ്തു. എന്നിട്ട് അവിടെ വെച്ച് ഭഗവാൻ ഒരു ഡീലിറ്റ് പദവി ആര് കൊടുക്കുകയാണ്? ദേവേന്ദ്രൻ. ഏതാണ് പേര്? ആ ഗോവിന്ദൻ എന്ന പേര്. അതിനുശേഷം ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. വിശുദ്ധ തത്വം നവതാമശാന്തം പ്രത്യപ്രശാന്തം എന്നൊക്കെ പറഞ്ഞ് ദേവേന്ദ്രൻ സ്തുതിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്. അവസാനം ദേവേന്ദ്രനെ അനുഗ്രഹിച്ച് ഭഗവാൻ യാത്രയാക്കി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഭഗവാന്റെ 12ാമത്തെ വയസ്സിൽ ഏതാണ്ട് വൃന്ദാവന ലീലയിലെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാം, ആ ലീലയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വളരെ പ്രസിദ്ധമായ ലീലയാണ് രാസക്രീഡ. ഏതായാലും ഈ
ലീല പറഞ്ഞു വെച്ച് അങ്ങനെ ഒരു കഥ. ഈ കഥകളൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. ചില സപ്താഹ വേദികളിലൊക്കെ എന്ത് ചെയ്യും, അതിനെ ഒരു ദൃശ്യാവിഷ്കാരം വരെ നടത്താറുണ്ട്. മണ്ണൊക്കെ ഇറക്കി എന്തുണ്ടാക്കും, ഗോവർദ്ധനവും എന്ത് ചെയ്യും, കറവയും എല്ലാം നടത്തി ലോഡ് കണക്കിന് മണ്ണും ഇറക്കി പരിപാടി നടത്തിയിട്ട് പോകും. അവിടെ ഈ പറഞ്ഞ അപ്പോ അടയും പിന്നെന്താണ് പഴവർഗ്ഗങ്ങളും ഒക്കെ വെക്കും, കഴിക്കും. നമ്മളും പൊടിയും തട്ടി വീട്ടിൽ പോകും. എല്ലാം കിട്ടുമോ? പായസം കിട്ടും. അതുകൊണ്ടാണ് ഈ കഥ എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ഞാൻ വായിച്ചു പഠിച്ചപ്പോഴൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നില്ല. കാര്യം എന്താ, ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? 7 or 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു പർവ്വതത്തെ എടുത്ത് പൊക്കുക, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കുട്ടി ഈ കഥ നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, അവര് വിശ്വസിക്കും. പിന്നെ നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഭഗവാൻ കൃഷ്ണനല്ലേ, എന്ത് കാര്യമാണ് ചെയ്യാൻ മേലാത്തത്. ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിച്ചത്. ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനാണ് ഭഗവാനെങ്കിൽ ആ പ്രപഞ്ചത്തിലെ ഒരു മലയെടുത്ത് പൊക്കുക എന്ന് പറഞ്ഞൊരു വലിയ പണിയൊന്നുമല്ല. പക്ഷെ എങ്കിലും ബുദ്ധിക്ക് അതങ്ങോട്ട് കേറാൻ ബുദ്ധിമുട്ടാ. ന്യൂ ജനറേഷൻ അവരിത് വിശ്വസിക്കുവോ? നിങ്ങൾ പറ, നിങ്ങളുടെ മക്കളോടൊന്ന് പറഞ്ഞുകൂടെ? ഉൾക്കൊള്ളുവോ? പൊട്ടക്കഥയെന്നല്ലേ പറയൂ. അതുകൊണ്ട് ഈ കഥ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രസക്തമാണ് അതറിഞ്ഞില്ലെങ്കിൽ ഏത് പുരാണ കഥകളും വേസ്റ്റ് എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ കഥയെ ഞാനൊന്ന് ആലോചിച്ചില്ല, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. കാരണം വ്യാസനെ പോലുള്ള ഒരു മിടുമിടുക്കൻ ഇത്തരത്തിലൊരു കഥ ചമയ്ക്കുവോ? എന്തെങ്കിലും കാതലില്ലാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിത് ചിന്തിച്ചത്. നിങ്ങൾ നോക്കുക, ഈ കഥയില് പ്രധാനമായിട്ടും 2-3 പദങ്ങളോ അല്ലെങ്കിൽ 2-3 ആളുകളോ ഉണ്ട്. ഒന്നാമത്തേത് ഗോവർദ്ധനം എന്നാണ്, അല്ലേ? രണ്ടാമത് ദേവേന്ദ്രൻ. മൂന്നാമത്തെ ആള് ഭഗവാന് കൊടുത്ത പേര് ഏതാ? ഗോവിന്ദൻ. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോവിന്റെ വർദ്ധനം, ഗോവർദ്ധനം. ഗോവർദ്ധനം ഇതി ഗോവർദ്ധനം. ഗോവിന്ദൻ എന്ന് പറഞ്ഞാലോ ചുമ്മാ ഒരു പേര് വരില്ല. ഗോവിനെ വിന്ദനം ചെയ്തവനാണ് ഗോവിന്ദൻ. അപ്പൊ ഗോവർദ്ധനം, ഗോവിന്ദ വർദ്ധനം. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിനെ വിന്ദനം ചെയ്തവൻ ഗോവിന്ദൻ. ആട്ടെ, ഗോശബ്ദത്തിന്റെ അർത്ഥം എന്താ? പശു. GO അല്ല, GO അല്ല കേട്ടോ, മലയാളത്തിൽ തന്നെയുള്ള ഗോ. അപ്പൊ ഗോവർദ്ധനം പശുവാണെങ്കിൽ ഗോവർദ്ധനത്തിന്റെ അർത്ഥം എന്തായി? പശുവിന്റെ വർദ്ധനവ്. അപ്പൊ ഭഗവാൻ ഫാംകാരനായിരുന്നു, ശരിയാ, ഇഷ്ടംപോലെ പശുവിനെ വളർത്തി. അടുത്തത് ഗോവിന്ദൻ എന്നുണ്ടെങ്കിലോ പശുവിനെ വിന്ദനം ചെയ്തവൻ, എടുത്തു പൊക്കി പിടിച്ചവൻ. അപ്പൊ ദിവസവും ഓരോ പശുവിനെയും പിടിച്ചു നടക്കുന്നവൻ. എന്തൊരർത്ഥമാ ഇത്? അതുകൊണ്ട് ഞാൻ ആലോചിച്ചു ഇതല്ല. അപ്പോഴാണ് മലയാളത്തിലെ നിഘണ്ടു എന്ന് പറയുന്നത് ഏതാ? ശബ്ദധാരാവലിയ. ഇതേപോലെ തന്നെ സംസ്കൃതത്തിലുണ്ട് ഒരു നിഘണ്ടു, അതിന്റെ പേരാണ് അമരകോശം അല്ലെങ്കിൽ അമരം പാരമേശ്വരി. മലയാളത്തിലേക്ക് പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്, അതുകൊണ്ട് അമരം പാരമേശ്വരി എന്ന് പറയും. ഇതിനകത്ത് നിഘണ്ടുവിലും ശബ്ദധാരാവലിയിലും ഗോശബ്ദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് 12 അതേപോലെ തന്നെ അമരകോശത്തിൽ കൊടുത്തിരിക്കുന്നത് 24 അർത്ഥമാ. ഏത് ശബ്ദത്തിന്? ഗോശബ്ദം. ഞാനൊരു വരിയല്ല, ഒരു 18 വരിയുള്ള ഒരു പദ്യമാ. അത്രയൊന്നും ചൊല്ലുന്നില്ല, 4 വരി. അത് കാര്യം പിടികെട്ടു. ഗോരസം വിനാ കോരസഭോജനാനാം, ഗോരസം വിനാ കോരസ കർഷകാണാം, ഗോരസം വിനാ
കോരസക്കാമിനീനാം ഘോരസം വിനാ കോരസ പണ്ഡിതാനാം. ഇനിയുണ്ട്, പോട്ടെ, 4 മതി. ചോദിക്കുകയാണ്, ഘോരസം വിനാ കോരസ ഭോജനാനാം. ഭോജനാനാം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഗോരസം ഇല്ലെങ്കിൽ പിന്നെ ഊണിന് എന്താണ് കോരസ, എന്ത് രസമാണുള്ളത്? ഊണ് കഴിക്കുന്നവർക്ക് ഗോവിന്റെ ഒരു രസമില്ലെങ്കിൽ പിന്നെ എന്ത് രസമാ? എന്താ അർത്ഥം? തൈര് മാത്രമേ ഉള്ളോ? മോര് ഉള്ളോ? നെയ്യ്, വെണ്ണ, എത്ര അർത്ഥം വന്നു അതിന്? 4 അർത്ഥം കുറഞ്ഞത്. അപ്പൊ അവിടുത്തെ അർത്ഥം എന്തായി? തൈരാകാം, മോരാകാം, വെണ്ണയാകാം, നെയ്യാം. സംശയമില്ലല്ലോ. അടുത്ത്, ഘോരസം വിനാ കോരസ കർഷകാണാം. കർഷകന്മാർക്ക് ഘോരസമില്ലെങ്കിൽ പിന്നെ കൃഷിക്ക് എന്താണ് ഒരു രസം? തൈരാണോ അവിടെ? പിന്നെയോ? അത്രേ ഉള്ളോ? ചീരയ്ക്ക് തളിക്കുന്നേ? അപ്പൊ ഗോമൂത്രം ആകാം. ഘോരസം വിനാ കോരസ കാമിനീനാം. കാമിനിമാർക്ക് ഘോരസമില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു രസം? കാമിനിമാർക്ക്, കാമിനിമാരെന്ന് പറഞ്ഞ കാമിനിമാര് ഉറക്കെ പറക്കി ചുമ്മാ ചൂണ്ടാക്കിയാൽ എനിക്ക് കിട്ടിയല്ല. അങ്ങനെ പറ. സ്ത്രീകൾ. അപ്പൊ 95 വയസ്സുള്ള അമ്മൂമ്മ കയറി കാമിനി എന്നാ വിളിക്കുന്നല്ലേ? കാമിനി എന്ന് പറഞ്ഞാൽ അതാണോ? അല്ല. അവിടെ കാമിനി എന്ന വാക്കിനർത്ഥം വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാ, കന്യക എന്ന് പറയും. അപ്പൊ കന്യകമാർക്ക് ഘോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം? അപ്പൊ കന്യകമാർക്ക് വേണ്ടുന്നത് എന്താ? നിങ്ങൾ പറ. കന്യകമാരായിരുന്നവരും ഇനി ആകാൻ പോകുന്നവരും കുറച്ചായവരും ഒക്കെ ഇല്ലേ? ഒരു കന്യകയ്ക്ക് വേണ്ടത് എന്താ? ഏറ്റവും പ്രധാനം നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾക്കറിയില്ല. ആലുക്കാസിന്റെ 5 പവൻ ആണോ? എന്താ വേണ്ടത് ഒരു പെൺകുട്ടിക്ക്? അറിയില്ല. എന്നാലും ഞാൻ പറയാം. ഒരു ദിവസം ഇതേപോലെ എന്റെ വീട്ടില് പെങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരെല്ലാം കൂടെ TV ഒക്കെ ഓൺ ചെയ്ത് ഏതോ ഒരു സിനിമാ പാട്ട് കാണുക. പാട്ട് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഇങ്ങനെ പാട്ടൊക്കെ ഇറക്കുമോ എന്ന് തോന്നി. ഒരു പെൺകുട്ടിയെ സിംബോളിഫൈ ചെയ്ത് അവളുടെ സ്വഭാവത്തെ ആയിരിക്കാം ചോദിച്ചപ്പോ അവന്മാരെങ്ങനാ പറഞ്ഞത്? ഒരു പെൺകുട്ടിയെ പോലെ. എന്നിട്ട് 2 ആമ്പിള്ളാർ കിടന്ന് അവിടെ മുമ്പിൽ കിടന്ന് പാടുക. ഇവിടുത്തെ അപ്പൂപ്പന്മാര് വരെ പാടി നടന്ന പാട്ടാ. രാക്ഷസി ഇങ്ങനെ പാട്ടില്ലായിരുന്നോ? എന്താ എൻ മനസ്സിൽ, അല്ല അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നോ? രാക്ഷസി എല്ലാരും പാടിയോ? അപ്പൂപ്പന്മാരും ഒക്കെ പാടി നടന്ന പാട്ടാ. അപ്പൊ അന്ന് എനിക്ക് ഓർത്തു, മോശമാണല്ലോ ഈ പാട്ട്. ആ പെൺകുട്ടിയെ. എന്നിട്ട് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ആരും പ്രതികരിച്ചില്ല എന്നാണ്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ഒരു 2-3 വർഷം കഴിഞ്ഞു. ഇതേ അവന്മാര് വെക്കേഷന് വീട്ടിൽ വന്നപ്പം ഈ TV പാട്ട് വെച്ചിരിക്കുക. അപ്പോഴും ഒരു പാട്ട് കേട്ടു. ആ പാട്ട് കേട്ടപ്പം എനിക്ക് തോന്നി, ഇത് കൊള്ളാം, ഇതാ വേണ്ടത്. അതും നമ്മുടെ അമ്മാവന്മാര് പാടി നടന്ന പാട്ടാ. ആർക്കെങ്കിലും അറിയാവോ? എന്നാ ഞാൻ പാടാം. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ലജ്ജാവതിയെ ഇങ്ങനെ പാട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് എന്താ? നമ്മുടെ പെൺകുട്ടികൾക്ക് ഇല്ലാത്തത് എന്താ? ഇപ്പോ എനിക്ക് തോന്നുന്ന ആമ്പിള്ളാർക്ക് അധികം ഉണ്ടെന്നായിരിക്കും, വസ്ത്രധാരണത്തിലും അല്ലേ? അപ്പോ ഒരു കന്യകയ്ക്ക് വേണ്ടത് എന്താ? ലജ്ജ. അപ്പൊ ഘോരസംവിന കോരസകാമിനീനാം. കന്യകമാർക്ക് ഘോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം? അടുത്തത് ഘോരസംവിന കോരസ പണ്ഡിതാനാം. പണ്ഡിതന്മാർക്ക് ഘോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം? അപ്പൊ പണ്ഡിതന്മാർക്ക് വേണ്ടത് എന്താ?
ഒരു പണ്ഡിതനായാൽ എന്താ വേണ്ടത്? അറിയില്ല. അറിവ്. അറിവുള്ളവർക്കല്ലേ പണ്ഡിതൻ എന്ന് പറയുക. അപ്പൊ പിന്നെ അതാ ഉണ്ടാവണം, ഇനി ഉണ്ടാവണം വേണ്ട. അപ്പൊ പിന്നെന്താ ഗോരസം? അവിടെ അറിവല്ല, അറിവുള്ളവനാണ് ആര്? പണ്ഡിതൻ. പിന്നെ അത് അണ്ടർസ്റ്റുഡ്. പിന്നെ അവിടെ എന്താ വേണ്ടത്? പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താൻ പഠിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള വാക് ചാതുര്യം. അപ്പൊ അവിടുത്തെ അർത്ഥം എന്താ? വാക് ചാതുര്യം പ്രയോഗിച്ചതല്ല. ഏത് ശബ്ദമാ? ഗോശബ്ദം. ഓക്കെ, എത്ര അർത്ഥമാണ് ഗോശബ്ദം. ആ കൂട്ടത്തിൽ ഗോശബ്ദത്തിന്റെ ഒരർത്ഥമാണ് ജ്ഞാനം. അപ്പൊ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനത്തിന്റെ വർധനം. ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതിനെ എടുത്തുയർത്തിപ്പിടിച്ചവനായതുകൊണ്ട് പേരെന്തായി? അല്ലാതെ പർവ്വതത്തെ പൊക്കി പിടിച്ചത് കൊണ്ടല്ല. വിഡ്ഢിത്തം. ഗോവിന്ദൻ, ഗോവിനെ വിന്ദനം ചെയ്തവൻ അർത്ഥം. എത്ര ദിവസമാ പൊക്കിപ്പിടിച്ചത്? 7 ദിവസം. അങ്ങനെയാണെങ്കിൽ 7 ദിവസം പൊക്കിപ്പിടിക്കുന്ന എന്തോ ഒരു പർവ്വതമാണ് ആരുടെ കയ്യിൽ ഇരുന്നത്? ആ കൃഷ്ണന്റെ കയ്യിൽ. എവിടെ നിന്നും രക്ഷപ്പെടാൻ അത് പൊക്കിയത്? ഇന്ദ്രന്റെ വർഷത്തിൽ നിന്നും. ആരാ ഇന്ദ്രൻ? ദേവേന്ദ്രൻ ആയിക്കോട്ടെ. പക്ഷെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതയാണ്. ആര്? ഇന്ദ്രൻ. ഇന്ന് ആ ഇന്ദ്രിയ വർഷത്തിൽപ്പെട്ട് പോകുമല്ലേ ഓരോരുത്തരും. നാവ് നാവിന്റെ വഴിയെ പോകുന്നു, കണ്ണ് കണ്ണിന്റെ വഴിയെ പോകുന്നു, നാക്ക് അതിന്റെ വഴിയെ പോകുന്നു, കാത് അതിന്റെ വഴിയെ പോകുന്നു. ഇങ്ങനെ ഓരോ വർഷത്തിൽപ്പെട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല ഭാഗങ്ങളിലേക്ക് ജിന്നിച്ചിതറി പോകുമ്പോൾ ആ ഇന്ദ്രന്റെ വർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക്, ഗോലോകവാസികളായ നിങ്ങൾക്ക്, ഇവിടുത്തെ ഗോകുലവേദ, ഈ ചൂരക്കുളങ്ങരക്കാരെന്നർത്ഥം, നിങ്ങളോട് പറയുകയാണ്, നിങ്ങള് 7 ദിവസം ഗോവിന്റെ വർധനവിന്റെ കീഴിൽ നിന്നാൽ നിങ്ങൾക്ക് ആരുടെ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാം? ഏതാ അപ്പോൾ ആ ഗോവർദ്ധനം? എന്നിട്ടും മനസ്സിലായില്ല. സത്താല ഭാഗവതം ആരാ എടുത്ത് പൊക്കിപ്പിടിച്ചു തന്നത്? ഇത് ഭഗവാൻ. ഗോവിനെ വർദ്ധിപ്പിക്കുന്ന, ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന ഈ ഭാഗവതത്തിന്റെ കീഴിൽ നിങ്ങൾ 7 ദിവസമെങ്കിലും നിന്നാൽ നിങ്ങൾക്ക് ഏതിന്റെ വർഷത്തിൽ നിന്ന് രക്ഷപ്പെടാം? ഈ ഇന്ദ്രിയങ്ങളിൽ പോയി നടക്കുന്നതിന്റെ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാം. അവിടെയും കറക്റ്റ് കണക്കാ. 7-ാം ദിവസം ഉച്ചയ്ക്ക് മഴമേഘങ്ങൾ തിരികെ പോയി. ഇവിടെയും നാളെ ഉച്ച കൊണ്ട് പരിപാടി തീരും. അപ്പോ ഏതാ ഗോവർദ്ധനം? ഈ ഭാഗവതമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ ഇന്ദ്രിയങ്ങളുടെ പല പല വിഷയങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെയും യാഗം നടക്കുന്നത് വർഷത്തിൽ എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യ. ഇവിടെ ഇപ്പൊ ആദ്യമാണെങ്കിലും തുടർന്നും നടക്കുമെങ്കിൽ ഇതും വർഷത്തിൽ എത്ര പ്രാവശ്യം നടക്കുള്ളൂ? 1 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ ബാക്കി 360ഓളം ദിവസങ്ങൾ നിങ്ങൾ വിവിധ തരത്തിലുള്ള കർമ്മകാണ്ഡങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും ദേഹവും ശരീരവും എല്ലാം പല പല വിഷയങ്ങളിലേക്ക് വിടുമ്പോൾ കുറഞ്ഞത് ആ 7 ദിവസമെങ്കിലും ആ ഭാഗവതമാകുന്ന ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിരന്ന് നിന്നാൽ നിങ്ങൾക്ക് ആരുടെ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാം? ഇന്ദ്രിയങ്ങളുടെ അമിതമായ വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നിങ്ങളുടെ ആ ആത്മീയ തലത്തെ ഉയർത്താം. അപ്പൊ ഗോവർദ്ധനം കൊണ്ട് ഉദ്ദേശിച്ച സത്താകം തന്നെയാ ഭഗവാൻ. ആ ഗോവർദ്ധനം പൊക്കിപ്പിടിച്ചത് ഭഗവാനാണെങ്കിൽ ഈ ഭാഗവതം നമുക്ക് തന്ന ആരാ? എവിടുന്നാ വന്നത് ഭാഗവതം? അതും പോയി. ചതുശ്ലോകി ഭാഗവതം ആരാ പറഞ്ഞു കൊടുത്തത്?
ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവൻ, ബ്രഹ്മദേവനിൽ നിന്ന് നാരദര്, നാരദരിൽ നിന്ന് വ്യാസൻ, വ്യാസനിൽ നിന്ന് ശുഗൻ, ശുഗനിൽ നിന്ന് പരീക്ഷിത്ത്, പരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഇത് ആദ്യം പൊക്കിയതാരാ? നോക്ക, ചരിത്രം നോക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഭാഗവത പുരാണ കഥകളൊന്നും ഇന്ന് കുറെ ആളുകൾ പറഞ്ഞു നടക്കുന്ന പോലെ വെറും പൊട്ടക്കഥകൾ അല്ല. എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ പേരും പറഞ്ഞിട്ട് ഇതിനകത്തെ ആത്മീയമായ വിഷയങ്ങളൊന്നും പറയാതെ, അറിഞ്ഞിട്ട് പറയാത്തതാണോ, അറിയാവുന്നത് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കേവലം ഇത് കുറെ എന്താ പറയുക, കുറെ വിഷയങ്ങൾ ഇത് ഓർക്കുക. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 7 ദിവസം മാത്രം ആയുസ് അവശേഷിച്ചിരിക്കുന്ന ഒരാൾക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ 6ാമത്തെ ദിവസത്തിലായെങ്കിൽ ആ മനുഷ്യന്റെ ആയുസ്സും എത്രയിലെത്തി? ഇനി 1 ദിവസവും കൂടിയുള്ളൂ. അപ്പോഴും ഈ സമൂഹ വിഭാഗമൊക്കെ കാണാനാണ് പരീക്ഷിത്ത് പറഞ്ഞത്? അല്ല, ആത്മീയമായിട്ട് ഉയരുന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ഭാഗവതത്തിൽ ഒരൊറ്റ കഥ പോലും ആത്മീയ തത്വത്തെ പ്രകാശിപ്പിക്കാത്ത കഥകളില്ല. പക്ഷേ അത് പറയാൻ അറിയാൻ മേലാത്തോണ്ടാവും. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുമല്ലോ, ഭാഗവതം പറയണമെങ്കിൽ പ്രസ്ഥാനത്രയം പഠിച്ചിരിക്കണം, ഭാഷ പഠിച്ചിരിക്കണം, ഉപനിഷത്ത് പഠിക്കണം, ബ്രഹ്മസൂത്രം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. ഇത് 3ഉം കയ്യിലില്ലാത്തവര് എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന പുസ്തകം ഏതാ? ഗുരുവായൂരിന്റെ 2 വോളിയത്തിലെ പുസ്തകം മലയാള ലിപിയിലേക്ക് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുണ്ടായി? ആചാര്യന്മാരുടെ എണ്ണം കൂടി. സത്യവത. എന്നിട്ട് ഭാഗവതത്തിലെ പല ആളുകൾ ബാലരമയിലും ഒക്കെ പറഞ്ഞ കഥകൾ വെച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യുക? പറയുക, ഇതിനടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടുന്നത് പഠിക്കാൻ പോലും മെനക്കെടാതെ, എന്നിട്ട് അത് പറയുന്നതാ ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുകയില്ല. കാരണം ഒത്തിരി വിയർപ്പൊഴുകിയതാ ഈ ഭാഷ പഠിക്കാൻ. പോയി രാത്രികൾ കാത്തിരുന്ന് നന്തരം വേദാന്താചാര്യന്മാരിൽ നിന്ന് വേദാന്തം പഠിച്ചു, ശാസ്ത്രം പഠിച്ചു. എന്നിട്ട് ആ ഭാഗവതമായിട്ട് ഇറങ്ങിയ കേരളത്തിൽ സാറ് തന്നെ പറഞ്ഞു, കേരളത്തിൽ ഈ പുസ്തകം വെച്ച് വായിച്ച് ഒരു ശ്ലോകം, പറയുന്ന ശ്ലോകം വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന എത്ര ആചാര്യന്മാരുണ്ട്? ആരുമില്ല. കാരണം ഭാഷ അറിയണം. എന്നിട്ട് അവര് പറയുന്നതാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. അത് എന്നെ ഭാഗവത സപ്താഹത്തിന് വിളിച്ചാലും വിളിച്ചില്ലേലും പറയാനുള്ളത് പറയും. ഞാൻ അങ്ങനെ പറയും. എന്നെ ആരെയും സൂചിപ്പിക്കാനൊന്നുമില്ല. ഞാൻ പഠിച്ച ശാസ്ത്രം, ആ ശാസ്ത്രത്തെ വെച്ചുകൊണ്ടേ ഞാൻ ഭാഗവതം കാണുകയുള്ളൂ, പറയത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ വിളിക്കാവൂ. അവിടെ യാതൊരു ഇതുമില്ല. കാരണം സങ്കടം വരികയാണ്. യൂട്യൂബുകളിലും വാട്സപ്പുകളിലും ഭാഗവത സപ്താഹമെന്നും പറഞ്ഞ് നടത്തിയിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്ത്യൻ മാനേജ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാ, ഒരു എയ്ഡഡ് സ്കൂളില്. ഞാൻ ഇടദിവസങ്ങളിൽ, വെക്കേഷൻ അല്ലാത്ത സമയങ്ങളിൽ ലീവ് എടുത്ത് ഭാഗവത സപ്താഹത്തിന് പോകുവാണെങ്കിൽ കൂടെയുള്ള അധ്യാപകർ തമാശ, അവർക്ക് എന്നെ അറിയാം, എങ്കിൽ പോലും അവർ തമാശക്ക് എന്നോട് ചോദിക്കും, ഇത്തവണ ഏറ്റുമാനൂർ ചൂരൽക്കുളങ്ങരയിലുള്ള ആളുകളെ കളിപ്പിക്കാൻ പോകുവാന്ന. എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടായി? ഒരു സപ്താഹം നടക്കുമ്പോൾ മൈക്ക് വെച്ച് പറയുവാണുമ്പോൾ നമ്മുടെ ആളുകൾ മാത്രമല്ല മൈക്ക് കൂടി ഇത് കേൾക്കുന്നതാണോ? ആണോ? അല്ല. മറ്റു മതസ്ഥരും അവിടെ കാണിക്കുന്നതും പറയുന്നതും അവരും കേട്ടോണ്ടിരിക്കുക. അവിടെ അവരുടെ അമ്പലങ്ങളിൽ വന്ന് നടത്തിയ ആചാര്യൻ കാണിച്ച ഉടായിപ്പുകൾ കേട്ടിട്ടാണ് എന്നോടും ചോദിക്കുന്നത്, ഈ ഉടായിപ്പിനാണോ? പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതും കേൾക്കാൻ ഞാൻ ഇടയാകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഈ പുരാണത്തിന്റെ കാതൽ എന്താണിത്? ഇത് മനുഷ്യർക്ക് എന്ത് നൽകാനായിട്ടാണിത്? കുറെ വേഷം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അടുത്ത ദിവസം കണ്ടാൻ ഈ തിരുവഞ്ചൂര് ഭാഗത്തുള്ള ഒരു അമ്പലത്തില് സപ്താഹം നടത്തിയിട്ട് എന്തെല്ലാം ഗോഷ്ഠികളാണ് കാണിച്ചത്. ശരിയല്ലേ? തിരുവഞ്ചൂര് കാണിച്ചു. ഇപ്പം എന്റെ ആർക്കേലും നമ്പർ തരാമെങ്കിൽ ഒരാചാര്യന് ഇന്നലെ തൊട്ടിലാട്ടും നടത്തി അയക്കാതെ ഇത്തിരി കഥകളി അറിയാം. അതുകൊണ്ട് കൃഷ്ണന്റെ ഒരു വിഗ്രഹവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ബാലെ. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നും
അറിയില്ല. അപ്പൊ സമയം കളയാനുള്ള മാർഗം ഏതാ? ഇങ്ങനെ കുറെ ആവിഷ്കാരങ്ങളും കുറെ സമയം ഇരുന്ന് പാട്ടും പാടിക്കൊണ്ടിരുന്ന പിന്നെ വല്ലതും പറയണം. എനിക്ക് പാട്ട് പാടാനും സമയമില്ല, പറയാൻ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കാണിച്ചോ, കുറച്ചൊക്കെ കാണിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ രുക്മിണി സ്വയംവരം നടത്തി, ചടങ്ങും നടത്തി, പറയാനുള്ളത് പറഞ്ഞും പോകുന്നു. ഇതിൽ കൂടുതലൊന്നും ഒരു സപ്താഹ വേദിയിലും ആടേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഇത് ആധ്യാത്മിക വിഷയമാണ്, ഇത് യജ്ഞമാണ്. ആ രൂപത്തിൽ യജ്ഞത്തെ കാണാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ ഈ നവഗ്രഹ പൂജയുടെ സമാപനമായി. അതുകൊണ്ട് ഇനി അതും കഴിഞ്ഞിട്ട് വേണം, അതിന്റെ ദീപാരാധന കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുചേലോപാഖ്യാനം പാരായണം ചെയ്ത് സമർപ്പിക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്നവര് ഈ തങ്ങളുടെ ഗ്രഹദോഷ ശാന്തിക്കായിട്ട് ഈ രാശിപ്പണം സമർപ്പിക്കുക, അതേപോലെ തന്നെ നവധാന്യം സമർപ്പിക്കുക എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഞാൻ പറഞ്ഞിട്ട് ആരും എഴുന്നേക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് രണ്ടോ മൂന്നോ ആളുകൾ വന്ന് അദ്ദേഹം ഏലയ്ക്കകത്ത നവധാന്യം തരും. അതെല്ലാവരുടെയും കയ്യിലേക്ക് ആ നവധാന്യം ഒന്ന് വേഗം കൊടുക്കണം. പുറത്തു നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക. അതേപോലെ തന്നെ 11 രൂപ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആ 9 നവഗ്രഹങ്ങളാണ്. അതിൽ മുകളിൽ ഏറ്റവും മുകളിൽ പച്ചപ്പട്ടിട്ട് തുളസി കൊണ്ട് പൂജ വെച്ചിരിക്കുന്നതാണ്. അതിന്റെ ധാന്യം എന്ന് പറയുന്നത് ചെറുപയറാണ്. അതാണ് ബുധൻ. ആ ബുധന്റെ ഇപ്പുറത്ത് വെള്ളപ്പട്ട്, അവിടെ ധാന്യം ഇരിക്കുന്നത് വൻപയറായിരിക്കും. അതിന് വെള്ള പൂജ, അത് ശുക്രനാണ്. ആ ശുക്രന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ധാന്യം വെച്ചിരിക്കുന്ന ഉണക്കലരിയാണ്. വെള്ളപ്പട്ടാണത് ചന്ദ്രനാണ്. അതിന്റെ തൊട്ട് താഴെ നടുക്ക് ചുവന്നത് വെച്ചിരിക്കുന്നത് പീഠം, ചെറിയ പീഠം, അതാണ് ചൊവ്വ അഥവാ കുജൻ. അതിന്റെ ധാന്യം എന്ന് പറയുന്നത് തുമരയാണ്. അതിന് കഴിഞ്ഞ് വലിയ പീഠം നടുക്കിരിക്കുന്നതാണ് എന്താണ് നവഗ്രഹ മണ്ഡപത്തിന്റെ കേന്ദ്രസ്ഥാനമായിരിക്കുന്ന സൂര്യൻ. ആ സൂര്യന്റെ തൊട്ടുവടക്ക് വശത്തിരിക്കുന്നതാണ് ഗുരു അഥവാ വ്യാഴം. ആ ഗുരുവിന് വെച്ചിരിക്കുന്ന ധാന്യം കടലയായിരിക്കും. സൂര്യന് വെക്കുന്നത് ഗോതമ്പായിരിക്കും. ആ സൂര്യന്റെ വ്യാഴത്തിന്റെ തൊട്ടു താഴെ ഇരിക്കുന്നതാണ് കേതു, കറുത്ത പട്ട്. അത് എന്താണ്? കേതുവാണ്, കറുത്ത പട്ടാണ്. ധാന്യം എന്ന് പറയുന്നത് മുതിരയായിരിക്കും. ആ കേതുവിന്റെ തൊട്ടപ്പുറത്ത് നടുക്കിരിക്കുന്നത് കറുത്ത പട്ട് തന്നെ. അത് എള്ളായിരിക്കും ധാന്യം. അത് ശനിയാണ്. ആ ശനിയുടെ ഇങ്ങേയറ്റത്ത് കറുത്ത പട്ട് വെച്ചിരിക്കുന്നതാണ് രാഹു. അപ്പൊ താഴെ 3 തമോഗ്രഹങ്ങളാണ്. രാഹു, ശനി, കേതു, ഇങ്ങനെ 3 ഗ്രഹങ്ങൾ. അല്ലെങ്കിൽ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, കുജൻ, സൂര്യൻ, വ്യാഴം, കേതു, ശനി, രാഹു. ഈ ക്രമത്തിൽ 9. ഇപ്പുറത്ത് മഞ്ഞപ്പട്ട് വെച്ച് പീഠ ഉയർത്തി വെച്ചിരിക്കുന്ന ഗുരു, അതായത് പൂജയ്ക്കൊരു ഗുരുസ്ഥാനമുണ്ട്. ആ ഗുരുവാണ്. അപ്പുറത്ത് വെച്ചിരിക്കുന്നത് ചുവന്ന പട്ട് പീഠം ഉയർത്തി വെച്ചിരിക്കുന്ന ഗണപതി. ഇങ്ങനെ 9 2 11 പീഠങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ 9 നവഗ്രഹങ്ങളെയും ആ 2 പീഠത്തെയും സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ രാശിപ്പണം സമർപ്പിക്കുന്നത്. അപ്പൊ 10 11 രൂപ ആ രാശിപ്പണവും ഈ നവധാന്യങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിലിരിക്കുക. ഇവിടെ ആ രാഹുവിന്റെ നവഗ്രഹങ്ങളുടെ ആദ്യം സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രം ചൊല്ലും. അത് കഴിഞ്ഞിട്ട് നവഗ്രഹ പീഡാകര സ്തോത്രമുണ്ട്. ഓരോ ഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതില്ലാതാവാൻ പീഡാകര സ്തോത്രം. അത് കഴിഞ്ഞ് ഈ 9 ഗ്രഹങ്ങളെയും സ്തുതിച്ചുകൊണ്ടുള്ള അഷ്ടോത്തരം. ഇത്രയും ജപിച്ചതിന് ശേഷം ഒരു ഭാഗത്തുള്ളവര് ലൈനെ വന്ന് ഏറ്റവും ഫ്രണ്ടില് ഒരു വലിയ വിളക്ക് വെച്ചിട്ടുണ്ടാവും. അതിൽ പട്ടിട്ടിരിക്കുന്നതില് ആ 11 രൂപ രാശിപ്പണം സമർപ്പിക്കുക. ഇപ്പുറത്ത് ഇലയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കും. അതിനകത്ത് വേണം നിങ്ങളുടെ നവധാന്യവും പൂക്കൾ വിടാൻ. അപ്പോ ഇലയ്ക്കകത്ത് നവധാന്യവും പൂക്കൾ വിടണം. അപ്പുറത്ത് പട്ടിട്ടിരിക്കുന്നതിൽ അവിടെ ഇടാൻ നേരത്ത് ആ 11 രൂപ രാശിപ്പണവും സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജപിക്കാൻ തുടങ്ങും. ആ ജപിക്കുന്ന സമയത്ത് പീഠങ്ങളിൽ അർച്ചന നടത്തും. ഓർക്കുക, അവരവർക്കും അവരവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ആ പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനോട് അല്ലെങ്കിൽ നവഗ്രഹങ്ങളോടുള്ള
ആ ഭക്തിയോടുകൂടി വേണം അത് ജപിച്ച് അർച്ചിക്കുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരും. ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായി. നമുക്ക് വേണം നടക്കാം. അത് നേരെ ചിട്ടൊന്നും കൊടുക്കാം. അത് ഞാനിപ്പോ പറയും. എല്ലാം കൂടെ പറഞ്ഞാൽ മറന്നു. നമുക്ക് അതോ സർവീശ്വരി വേണോ? എന്നാ ദീപാരാധന കഴിഞ്ഞിട്ട് അല്ല വേണമെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇവരെങ്ങനെ വരുമോന്ന് ചോദിക്കാം. ആള് തീരെ കുറവാണെന്ന് നടത്തത്തില്ല. ആയെങ്കിൽ നിശബ്ദരായിട്ട് ഇല്ല. ഒന്ന് വേഗം ഒന്ന് കൊടുക്കണേ, സമയം പോലെ. ഇല്ല 10 പിന്നെ 11 രൂപയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. 11 കോയിനൊന്നും പറഞ്ഞില്ല കേട്ടോ. 10 കോയിനൊക്കെ കിട്ടാൻ പാടാണ്. 10ന്റെ ഒരു നോട്ട് 1 രൂപയും കൂടെ വെച്ചാൽ മതി. അതിനുള്ള തർക്കമായിരുന്നു അവിടെ. സാറേ എല്ലാരും ആയോ? റെഡിയാണല്ലോ അല്ലേ? അപ്പോ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം ഇവിടെ പൂജ കഴിച്ച അതേ ക്രമത്തിലായിരിക്കും ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ ആദ്യം സ്തുതിക്കുകയാണ്. ആദ്യം എല്ലാ ഗ്രഹങ്ങളെയും ആദ്യം ഒന്ന് സ്തുതിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രഹങ്ങളെയും സ്തുതിച്ചുകൊണ്ടുള്ള ആ മന്ത്രം ചൊല്ലും. അതിനുശേഷം ഓരോ ഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ദോഷമുണ്ടാവും. ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ ആ ഗ്രഹത്തിന് ചൊല്ലേണ്ട മന്ത്രം അതാണ് പീഡാഹര സ്തോത്രം. ഇതാണ് ചൊല്ലുക. അപ്പൊ ആരംഭിക്കുകയാണ്. എല്ലാവരും ഏറ്റു ജപിക്കണം. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഓം ബ്രഹ്മാമുരാരി. ഓം ബ്രഹ്മാമുരാരേ. ത്രിപുരാന്തകാരി. ത്രിപുരാന്തകാരേ. ഭാനുശശി. ഭാനുശശി. ഭൂമിസുതോ ബുധശ്ച. ഭൂമിസുതോ ബുധശ്ച. ഗുരുശ്ച ശുക്ര. ഗുരുശ്ച ശുക്ര. ശനിരാഹുകേതവ. ശനിരാഹുകേതവ. കുർവന്തു സർവേ. കുർവന്തു സർവേ. മമ സുപ്രഭാതം. മമ സുപ്രഭാതം. ഇനി നമ്മള് ആദ്യം സൂര്യനെയാണ് സ്തുതിക്കുക. അവിടെ ആദ്യം പൂജ കഴിച്ച് സൂര്യപീഠത്തിനാണ്. അതാണ് ജപിക്കുന്നത്. ജപാ കുസുമ സംകാശം. ജപാ കുസുമ സംകാശം. കാശ്യപേയം മഹാദ്യുതിം. കാശ്യപേയം മഹാദ്യുതിം. തമോരിം സർവപാപഗ്നം. തമോരിം സർവപാപഗ്നം. പ്രണതോസ്മി ദിവാകരം. പ്രണതോസ്മി ദിവാകരം. അടുത്തത് ചന്ദ്രൻ. ദധിശങ്ക തുഷാരാഭം. ദധിശങ്ക തുഷാരാഭം. ക്ഷീരോദാർണവ സംഭവം. ക്ഷീരോദാർണവ സംഭവം. നമാമി ശശിനം സോമം. നമാമി ശശിനം സോമം. ശംഭോർമകുടഭൂഷണം. ശംഭോർമകുടഭൂഷണം. അടുത്തത് കുജൻ അല്ലെങ്കിൽ ചൊവ്വ.
ധരണീ ഗർഭസംഭൂതം ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. മംഗളം പ്രണമാമ്യഹം. അടുത്തത് ബുദ്ധൻ. പ്രിയങ്കു കലികാശ്യാമം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. തം ബുധം പ്രണമാമ്യഹം. അടുത്തത് ഗുരു അഥവാ വ്യാഴം. ദേവാനാം ച ഋഷീണാം ച ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിബോധം ത്രിലോകേശം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. തം നമാമി ബൃഹസ്പതിം. അടുത്തത് ശുക്രൻ. ഹിമകുന്ദ മൃണാളാഭം ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്ത സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഭാർഗവം പ്രണമാമ്യഹം. അടുത്തത് ശനി. നീലാഞ്ജന സമാഭാസം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ഛായാമാർത്താണ്ഡ സംഭൂതം നം തമാമി ശനൈശ്വരം. തം നമാമി ശനൈശ്വരം. അടുത്തത് രാഹു. അർദ്ധകായം മഹാവീര്യം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹികാഗർഭസംഭൂതം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. തം രാഹും പ്രണമാമ്യഹം. അടുത്തത് കേതു. പലാശ പുഷ്പസങ്കാശം പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യം. തം കേതും പ്രണമാമ്യഹം. ഇതേ ക്രമത്തില് ഇതേ ഗ്രഹങ്ങൾ കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം നീങ്ങാൻ ആ അതാത് ഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ഇനി ചൊല്ലുന്നത്. ആദ്യം സൂര്യൻ. ഗ്രഹാണാം ആദിരാദിത്യോ ഗ്രഹാണാം ആദിരാദിത്യോ ലോകരക്ഷണകാരകാം ലോകരക്ഷണകാരകാം വിഷമസ്ഥാന സംഭൂതാം വിഷമസ്ഥാന സംഭൂതാം പീഡാം ഹരതു മേ രവി. പീഡാം ഹരതു മേ രവി. അടുത്തത് ചന്ദ്രൻ. രോഹിണീശ സുധാമൂർത്തി രോഹിണീശ സുധാമൂർത്തി സുധാഗാത്ര സുധാശനം സുധാഗാത്ര സുദാശനം വിഷമസ്ഥാന സംഭൂതാം വിഷമസ്ഥാന സംഭൂതാം പീഡാം ഹരതു മേ വിധു. പീഡാം ഹരതു മേ വിധു. അടുത്തത് കുജൻ. ഭൂമിപുത്രോ മഹാതേജ ഭൂമിപുത്രോ മഹാതേജം ചന്ദ്രപുത്രോ മഹാദ്യുതി ചന്ദ്രപുത്രോ മഹാദ്രി വൃഷ്ടികൃത് വൃഷ്ടികർത്താജാം വൃഷ്ടിഹൃത് വൃഷ്ടിഹർത്താജാം പീഡാം ഹരതു മേ കുജാം. പീഡാം ഹരതു മേ കുജാം. അടുത്തത് ബുധൻ. ഉൽപാദരൂപോ ജഗതാം ഉത്പാദരൂപോ ജഗതാം ചന്ദ്രപുത്രോ മഹാദ്യുതി ചന്ദ്രപുത്രോ മഹാദ്യുതി സൂര്യപ്രിയകരോ വിദ്വാൻ സൂര്യ
പ്രിയകരോ വിദ്വാൻ പീഡാം കരതു മേ ബുധാം പീഡാം ഹരതു മേ ബുധാം ദേവമന്ത്രി വിശാലാക്ഷ ദേവമന്ത്രി വിശാലാക്ഷ സദാ ലോകഹിതേ നൃപാം സദാ ലോകഹിതേ രഥാം അനേക ശിഷ്യ സമ്പൂർണ അനേക ശിഷ്യ സമ്പൂർണ പീഡാം കരതു മേ ഗുരു. പീഡാം ഹരതു മേ ഗുരു. അടുത്തത് ഭൃഗു അല്ലെങ്കിൽ ശുക്രൻ. ദൈത്യമന്ത്രി ഗുരുസ്തേഷാം ദൈത്യമന്ത്രി ഗുരുസ്തേഷാം പ്രാണദശ്ച മഹാമതേ പ്രാണദശ്ച മഹാമതേ പ്രഭുസ്താരാഗ്രഹാണാം ചാം പ്രഭുസ്താരാഗ്രഹാണാം ച പീഡാം കരതു മേ ഭൃഗു. പീഡാം ഹരതു മേ ഭൃഗു. അടുത്തത് ശനി. സൂര്യപുത്രോ ദീർഘദേഹോ സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയാ വിശാലാക്ഷ ശിവപ്രിയാം മന്ദചാര പ്രസന്നാത്മാ മന്ദചാര പ്രസന്നാത്മാ പീഡാം കരതു മേ ശനി. പീഡാം ഹരതു മേ ശനി. അടുത്തത് രാഹു. മഹാശിര മഹാവക്ത്രോ മഹാശിര മഹാവക്ത്രോ ദീർഘദംഷ്ട്രോ മഹാബല ദീർഘദംഷ്ട്രോ മഹാബലാം അധനുശ്ച ഊർധകേശശ്ച അധനുശ്ചൂർധകേശശ്ച പീഡാം കരതു മേ ശിഖി. പീഡാം ഹരതു മേ ശിഖേ. അടുത്തത് കേതു. അനേക രൂപവർണ്ണൈശ്ച അനേക രൂപവർണ്ണൈഷ്ടാം ശതശോധ സഹസ്രശാം ശതശോധ സഹസ്രശാം ഉൽപാദരൂപോ ജഗതാം ഉൽപാദരൂപോ ജഗതാം പീഡാം കരതു മേ തമാം. പീഡാം ഹരതു മേ തമാം. ഇനി ഓരോ ഗ്രഹത്തെയും 10, 12 നാമങ്ങൾ കൊണ്ട് അഷ്ടോത്തര ശതമായിട്ട് ജപിക്കുകയാണ്. ആദ്യം സൂര്യൻ. ഓം ഭാനവേ നമാം. ഓം ഭാനവേ നമഃ. ഓം ഹംസായ നമാം. ഓം ഹംസായ ഓം നമഃ. ഭാസ്കരായ നമാം. ഓം ഭാസ്കരായ ഓം നമഃ. സൂര്യായ നമാം. ഓം സൂര്യായ നമഃ. ഓം ശൂരായ നമാം. ഓം ശൂരായ നമഃ. ഓം തമോഹരായ നമാം. ഓം തമോഹരായ ഓം നമഃ. രഥിനേ നമാം. ഓം രഥിനേ നമഃ. ഓം വിശ്വകൃതേ നമാം. ഓം വിശ്വകൃതേ നമഃ. ഓം അവ്യാപ്ത്രേ നമാം. ഓം അവ്യാപ്ത്രേ ഓം നമഃ. ഹരയേ നമാം. ഓം ഹരേ നമഃ. ഓം വേദമയായ നമാം. ഓം വേദമയായ നമഃ. ഓം വിഭവേ നമാം. ഓം വിഭവേ നമഃ. അടുത്ത ചന്ദ്രൻ. ഓം ശുദ്ധാംശവേ നമാം. ഓം ശുദ്ധാംശവേ നമഃ. ഓം ശുഭ്രാംശവേ നമാം. ഓം ശുഭ്രാംശവേ ഓം നമഃ. ചന്ദ്രായ നമാം. ഓം ചന്ദ്രായ നമഃ. ഓം അബ്ജനേത്ര സമുദ്ഭവായ നമാം. അബ്ജനേത്ര സമുദ്ഭവായ ഓം നമഃ. താരാധിപായ നമാം. ഓം താരാധിപായ ഓം നമഃ. രോഹിണീശായ നമാം. ഓം രോഹിണീശായ നമഃ. ഓം ശംഭുമൂർത്തികൃതാലയായ നമാം. ഓം ശംഭുമൂർത്തി ഹൃദാലയായ ഓം നമഃ. ഔഷധീഢ്യായ നമാം. ഓം ഔഷധീഢ്യായ നമഃ. ഓം ഔഷധീപതേ നമാം. ഓം ഔഷധിപതേ ഓം നമഃ. ഈശ്വരധരായ നമാം. ഓം ഈശ്വരധരായ ഓം നമഃ. സുധാനിധയേ നമാം. ഓം സുധാനിധേ ഓം നമഃ. സകലാഹ്ലാദനകരായ നമാം. ഓം സകലാഹ്ലാദനകരായ നമഃ. അടുത്തത് കുജൻ. ഓം ഭൗമായ നമാം. ഓം ഭൗമായ ഓം നമഃ. ഭൂമിസുതായ നമാം. ഓം ഭൂമിസുതായ ഓം നമഃ. ഭൂതമാന്യായ ഓം നമാം. ഭൂതമാന്യായ നമഃ. ഓം സമുദ്ഭവായ നമാം. ഓം സമുദ്ഭവായ ഓം നമഃ. ആര്യായ നമാം. ഓം ആര്യായ ഓം നമഃ. അഗ്നികൃതേ നമാം. ഓം അഗ്നികൃതേ ഓം നമഃ. രോഹിതാംഗായ നമാം. ഓം രോഹിതാംഗായ ഓം നമഃ. രക്തവസ്ത്രധരായ ഓം നമാം. രത്നവസ്ത്രധരായ ഓം നമഃ. ശുചയേ നമാം. ഓം ശുചേ നമഃ. ഓം മംഗളായ നമാം. മംഗളായ നമഃ. ഓം അങ്കാരകായ ഓം നമാം. അങ്കാരകായ ഓം നമഃ. രക്തമാലിനേ നമാം. രത്നമാലിനേ നമഃ. അടുത്തത് ബുധൻ. ഓം മായാവിശാരദായ ഓം നമാം. മായാവിശാരദായ ഓം നമഃ. ബുധായ നമാം. ഓം ബുധായ ഓം നമഃ. താരാസുതായ ഓം നമാം. താരാസുധായ ഓം നമഃ. സൗമ്യായ നമാം. ഓം സൗമ്യായ ഓം നമഃ. രോഹിണീ ഗർഭസംഭൂതായ ഓം നമാം. രോഹിണീ ഗർഭസംഭൂതായ ഓം നമഃ. ചന്ദ്രാത്മജായ നമാം. ഓം ചന്ദ്രാത്മജായ ഓം നമഃ. സോമവംശകരായ നമാം. ഓം സോമവംശകരായ ഓം നമഃ. ശ്രുതിവിശാരദായ നമാം. ഓം ശ്രുതിവിശാരദായ ഓം നമഃ. സത്യസന്ധായ നമാം. ഓം ഓം സത്യസന്ധായ നമഃ. സത്യസിന്ധവേ നമാം. ഓം ഓം സത്യസിന്ധവേ നമഃ. വിധിസുതായ നമാം. ഓം വിധിസുതായ ഓം നമഃ. വിബുധായ നമാം. ഓം വിബുധായ നമഃ. അടുത്തത് വ്യാഴം. ഓം വിഭവേ നമാം. ഓം വിഭവേ ഓം നമഃ. വാകൃതേ നമാം. ഓം വാകൃതേ ഓം നമഃ. ബ്രാഹ്മണായ നമാം. ഓം ബ്രാഹ്മണായ ഓം നമഃ. ബ്രഹ്മണേ നമാം. ഓം ബ്രഹ്മണേ ഓം നമഃ. ദിഷണായ നമാം. ഓം ദിഷണായ ഓം നമഃ. ശുഭവേഷധരായ ഓം നമാം. ശുഭവേഷധാരായ ഓം നമഃ. ഗീഷ്പതയേ നമാം. ഓം ഗീഷ്പതേ ഓം നമഃ. ഗുരവേ നമാം. ഓം ഗുരവേ ഓം നമഃ. ഇന്ദ്രപുരോഹിതായ ഓം നമാം. പുരോഹിതായ നമഃ. ഓം ജീവായ നമാം. ജീവായ ഓം നമഃ. നിർജ്ജരപൂജിതായ ഓം നമാം. നിർജ്ജരപൂജിതായ നമഃ. ഓം പീതാംബരാലങ്കൃതായ ഓം നമാം. പീതാംബരാലങ്കൃതായ അടുത്തത് നമഃ. ശുക്രൻ. ഓം ഭൃഗവേ നമാം. ഓം ഭൃഗവേ നമഃ. ഓം ഭാർഗവസംഭൂതായ നമാം. ഭാർഗവസംഭൂതായ ഓം നമഃ. നിശാചര ഗുരവേ നമാം. നിശാചര ഗുരവേ ഓം നമഃ. കവയേ നമാം. ഓം കവയേ ഓം നമഃ. പ്രത്യഗേതകരായ ഓം നമാം. പ്രത്യഖേദകരായ ഓം നമഃ. ഭൃഗു
ഭൃഗുസുതായ നമഃ. ഓം ഭൃഗുസുതായ ഓം നമഃ. വർഷകൃതേ നമഃ. ഓം വർഷകൃതേ ഓം നമഃ. ദീനരാജ്യാദായ ഓം നമഃ. ദീനരാജ്യാദായ ഓം നമഃ. ശുക്രായ നമഃ. ഓം ശുക്രായ ഓം നമഃ. ശുക്രസ്വരൂപായ നമഃ. ഓം ശുക്രസ്വരൂപായ ഓം നമഃ. രാജ്യതായ നമഃ. ഓം രാജ്യതായ നമഃ. ഓം ലയകൃതായ നമഃ. ഓം ലയകൃതായ നമഃ. ശനി. ഓം കോണായ നമഃ. ഓം കോണായ ഓം നമഃ. ശനീശ്വരായ നമഃ. ഓം ശനീശ്വരായ ഓം നമഃ. മന്ദായ നമഃ. ഓം മന്ദായ ഓം നമഃ. ഛായാകൃതയ നന്ദനായ നമഃ. ഛായാഹൃദയാനന്ദായ ഓം നമഃ. മാർത്താണ്ഡജായ നമഃ. ഓം ഓം മാർത്താണ്ഡായ പിംഗവേ നമഃ. നമഃ. ഓം ഭംഗവേ നമഃ. ഓം ധനുഭവായ നമഃ. ഭാനുതനുഭവായ നമഃ. ഓം യമാനുജായ നമഃ. ഓം ഓം യമാനുജായ നമഃ. അതിഭയകൃതേ നമഃ. ഓം ഓം അതിഭയകൃതേ നമഃ. നീലായ നമഃ. ഓം നീലായ നമഃ. സൂര്യവംശജായ ഓം നമഃ. സൂര്യവംശജായ ഓം നമഃ. നിർമ്മാണദേഹായ ഓം നമഃ. നിർമ്മാണദേഹായ നമഃ. അടുത്തത് രാഘു. ഓം രാഘവേ നമഃ. ഓം രാഘവേ ഓം നമഃ. സർഭാനവേ നമഃ. ഓം സർഭാനവേ നമഃ. ഓം ആദിത്യചന്ദ്രദ്വേഷിണേ ഓം നമഃ. ആദിത്യചന്ദ്രദ്വേഷിണേ ഓം നമഃ. ഭുജംഗമായ നമഃ. ഓം ഭുജംഗമായ ഓം നമഃ. സിംഹികേശായ ഓം നമഃ. സിംഹികേശായ ഓം നമഃ. ഗുണവതേ നമഃ. ഓം ഗുണവതേ ഓം നമഃ. രാത്രീപതി ഓം പീഡിതായ നമഃ. രാത്രീപതി പീഡിതായ നമഃ. ഓം അഹിരാജേ നമഃ. ഓം അഹിരാജേ നമഃ. ഓം ശിരോഹീനായ നമഃ. ഓം ശിരോഹീനായ ഓം നമഃ. വിഷധരായ നമഃ. ഓം വിഷധരായ നമഃ. ഓം മഹാകായായ നമഃ. ഓം മഹാകായായ ഓം നമഃ. മഹാഭൂതായ നമഃ. ഓം മഹാഭൂതായ നമഃ. അടുത്തത് കേതു. ഓം ബ്രാഹ്മണായ നമഃ. ഓം ബ്രാഹ്മണായ ഓം നമഃ. ബ്രഹ്മസംഭൂതായ ഓം നമഃ. ബ്രഹ്മസംഭൂതായ ഓം നമഃ. രവികൃതേ നമഃ. ഓം രവികൃതേ നമഃ. ഓം രാഘുരൂപധൃതേ ഓം നമഃ. രാഘുരൂപധൃതേ ഓം നമഃ. കേതവേ നമഃ. ഓം കേതവേ ഓം നമഃ. കേതുസ്വരൂപായ നമഃ. ഓം കേതുസ്വരൂപായ ഓം നമഃ. കേതരായ നമഃ. ഓം കേതരായ ഓം നമഃ. സുഹൃദാലയായ നമഃ. ഓം സുന്ദാലയായ നമഃ. ഓം ബ്രഹ്മവിദേ നമഃ. ഓം ബ്രഹ്മവിദേ ഓം നമഃ. ബ്രഹ്മപുത്രായ നമഃ. ഓം ബ്രഹ്മപുത്രായ ഓം നമഃ. കുമാരകായ നമഃ. ഓം കുമാരകായ നമഃ. ഓം ബ്രാഹ്മണപ്രീതായ നമഃ. ബ്രാഹ്മണപ്രീതായ നമഃ. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഓം സർവഗ്രഹേഭ്യോ ഓം നമഃ. സർവഗ്രഹേഭ്യോ നമഃ. ഓം സർവഗ്രഹേഭ്യോ നമഃ. ഈ ഭാഗത്തുള്ളവർ എഴുന്നേക്കരുത്, ഞാൻ പറയുന്ന കേൾക്കുക. ഇതുവഴി വന്ന് ലൈനായിട്ട് വന്ന് ആ മുൻഭാഗത്ത് വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പില് ആ ചുമന്ന പട്ടിട്ട് ഒരു പാത്രമുണ്ട്, ഇലവെച്ച പാത്രമുണ്ട്. ഇലവെച്ച പാത്രത്തിൽ നവധാന്യങ്ങൾ ഇടുക. അതേപോലെ തന്നെ ചുവന്ന പട്ടിട്ടിരിക്കുന്നതിൽ രാശിപ്പണം വെക്കുക. ഇങ്ങനെ വരാവും. ഇങ്ങനെ വന്ന് അപ്പുറേ കറങ്ങി, അല്ലെങ്കിൽ ബ്ലോക്ക് ആവും, താമസിക്കും. അതുകൊണ്ട് ഹരേരാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ വെളിയിൽ കൂടെ വന്നാൽ നിങ്ങൾ തിക്കും തിരക്കില്ലാതെ വരാം. ജപിച്ചോളൂ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ കൃഷ്ണ ഹരേ ആ കൃഷ്ണ വിളക്കിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നവധാന്യവും അതോടൊപ്പം തന്നെ രാശിപ്പണവും, അത് രണ്ട് ഭക്ഷണം കഴിക്കുന്നവര് ബഹളം വെക്കാതെ കഴിക്കുക. കഴിക്കേണ്ടവർക്ക് കഴിക്കുക, ഞാൻ തടയത്തില്ല. അല്ലാത്തവരും എനിക്കൊരു 10 മിനിറ്റ് കൂടെ സമയമെടുക്കും. ഇന്ന് മാത്രമേ താമസിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് 10 മിനിറ്റ് ക്ഷമിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തവർ ഭക്ഷണം കഴിക്കേണ്ടവർ കഴിക്കുക, എതിർക്കുകയല്ല. അപ്പോൾ അത് രണ്ടും ഇവിടെ വെക്കും. അത് അഭിഷേകം ചെയ്യും. അതായത് നവധാന്യവും ആ പൂക്കളും കൂടെ നിങ്ങൾ അർപ്പിച്ചത് ആ സൂര്യഗ്രഹത്തിലേക്ക് അർപ്പിക്കുകയാണ്. അത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് കുരവ ഇട്ടുകൊണ്ട് വേണം അത് ചെയ്യാൻ. ആ രാശിപ്പണവും അതിനകത്തേക്ക് കിഴിയാക്കി നിങ്ങളുടെ രാശിപ്പണം സംസ്ഥാപരാധം പറഞ്ഞ് സമർപ്പിച്ചത് അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ദീപാരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ കുചേല ഉപാഖ്യാനം എന്ന ഭാഗം പാരായണം ചെയ്യും. അതും കൂടെ പാരായണം ചെയ്ത് സമർപ്പിച്ചിട്ടായിരിക്കും മധ്യാഹ്നത്തിലെ നിർത്തുക. ഇത്രയും കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് 10 മിനിറ്റ്. അതെല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഇത്രയും കാര്യം നടക്കണം, അതുകൊണ്ട് ഇപ്പോൾ ദീപാരാധന നടക്കുകയാണ്. അഭിഷേകവും ചെയ്ത് ദീപാരാധന എല്ലാവരും കുരവയൊക്കെ ഇട്ട് ശംഖ് വിളിക്കണേ. അതുകൂടെ ചെയ്തുകൊണ്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ
ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഇവിടെ കുചേലോപാഖ്യാനം എന്ന ഭാഗം പാരായണം ചെയ്യാണ്. ആ സമയം കൊണ്ട് അദ്ദേഹം അവിടെ ഉദ്വസിച്ചിട്ട് ഇവിടെ വന്ന് ആ കുചേലോപാഖ്യാനം, ആ പൃഥുകം അല്ലെങ്കിൽ അവല് ഭഗവാന് നിവേദിക്കും. അത് കഴിഞ്ഞിട്ട് ഉദ്വസിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ പ്രത്യേകിച്ച് ഈ നവഗ്രഹ പൂജ എഴുതിയവരാണെങ്കിൽ ആ നവഗ്രഹ പൂജയുടെ പ്രസാദം വന്ന് അദ്ദേഹത്തോട് വാങ്ങിക്കണം. എന്തെങ്കിലും ദക്ഷിണ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടേ അത് വാങ്ങാവൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ നവഗ്രഹ പൂജയുടെ പ്രസാദമായിട്ട് നിങ്ങൾക്ക് തരുന്നത് ആ അവിടെ വെച്ച് പൂജിച്ച ആ നവധാന്യവും ആ പീഠത്തിൽ വെച്ച് പൂജിച്ച പ്രസാദവുമായിരിക്കും. ആ നവധാന്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് വായിലിട്ട് ചവച്ച് കഴിക്കുക. ധാന്യങ്ങളാണ്. ബാക്കിയുള്ള ധാന്യങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ശുദ്ധമായ സ്ഥലത്ത് എവിടെയെങ്കിലും ഇട്ടേക്കുക. മഴയാണ്, വെള്ളം തളിച്ചാൽ അത് 2 ദിവസം കഴിയുമ്പോൾ കിളുക്കും. അത് കിളുത്ത് തന്നെത്താനെ അത് പൊയ്ക്കൊള്ളും. നമ്മളൊന്നും ചെയ്യണ്ട. അപ്പൊ എല്ലാവരും ആ പ്രസാദവും വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും വന്ന് നിങ്ങൾ ആ പ്രസാദം വാങ്ങിയിട്ട് രസീത് എഴുതിയവർക്ക് പാൽപായസമുണ്ട്, ഇതിന്റെ നേദ്യം, അതും വാങ്ങിക്കണം. അതോടൊപ്പം തന്നെ ഈ കുചേലോപാഖ്യാനത്തിന് അവൽക്കിഴി സമർപ്പിച്ചവര് ആ അവൽക്കിഴിയും സമർപ്പിച്ചത് വാങ്ങിക്കൊണ്ടുപോയി നിങ്ങൾ വീട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് കഴിക്കാനാണ്. ഇത് പൂജാമുറിയിലൊന്നും കൊണ്ട് വെക്കാനുള്ളതല്ല, അത് നിവേദ്യമാണ്. അതും കൂടെ കഴിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ആ കുചേലോപാഖ്യാനം എന്ന ഭാഗം പാരായണം ചെയ്യണം. അപ്പോഴത്തേക്ക് അദ്ദേഹം അത് അവിടെ ഉദ്വസിച്ചിട്ട് ഇവിടെ വരും. ആ കിഴിയും ഇവിടെ പൂജിക്കും. ഒരു 10 മിനിറ്റ് കൂടെ ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്ത് തീരേണ്ടതാണ്, പറയണമായിരുന്നു. ഇതെല്ലാം നോക്കി വേണം അത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് നമ്മൾ ഇന്ന് അധികമായിട്ട് എടുത്തത്. ഭക്ഷണം കഴിക്കുന്നവരും അത് കഴിഞ്ഞു വന്ന് ഇതിൽ പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.